എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സോഷ്യൽ മീഡിയ ആണ് വീണ്ടും ചെയ്യാൻ പോകുന്ന ഒരു വിഷയം. ഇതിൽ പേജർ തൊട്ടിട്ട് ത്രെഡ് വരെയുള്ള സോഷ്യൽ മീഡിയ അല്ലെ ഇമ്പോർട്ടൻ്റ് കമ്പനീനെ കുറിച്ച് ഞാനൊരു ചെറിയ ബ്രീഫ് തരാൻ പോവാണ്. ആയിരുന്നു ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നൊരു വിഷയം. നമുക്ക് സ്വന്തമായി നമ്മളെ മെസ്സേജുകളെ SMS ആയിട്ട് അയക്കാൻ പറ്റും. അതിന് ഷോർട്ട്സ് മെസ്സേജ് സർവീസ് എന്നാണ് പറയുന്നത്, അറിയാമല്ലോ. ഈ SMS ഷോർട്ട് മെസ്സേജ് സർവീസ് അത് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് എഫ് ഹിൽബ്രാൻഡ് എന്ന് പറഞ്ഞ ജർമ്മനിയിലുള്ള ഒരു വണ്ടർഫുൾ എഞ്ചിനീയറാണ്. പിന്നെ ബെർണാഡ് ഗിൽബർട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫ്രാൻസിലുള്ള ഒരു എഞ്ചിനീയറാണ്. രണ്ടുപേരും യാഹൂല് എന്നൊരു കമ്പനിയിൽ, ഇപ്പോൾ ഗൂഗിൾ പോലത്തെ ഒരു കമ്പനി ആയിരുന്നു യാഹൂവിൽ വർക്ക് ചെയ്തിരുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു ഇവർ പിന്നീട് അത് കണ്ടുപിടിച്ചത്. ഡിസംബർ 3, 1992 ആദ്യമായിട്ട് ഈ മെസ്സേജ് SMS അയച്ചത്. അത് ഓർബിറ്റൽ 901 റിച്ചാർഡ് ജെർവിസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആദ്യമായിട്ട് SMS അയച്ചത്. പിന്നീട് SMS മാറി പിന്നെ വാട്സപ്പിലേക്ക് പോയി. ഇന്ന് വാട്സപ്പാണ് എല്ലാം. വാട്സപ്പിൽ കൂടെ ഇത്രയും വലിയ ഒരു എൻ്റർടൈൻമെൻറ്റും ഇത്രയും വലിയ മെസ്സേജും സീരിയസ് ബിസിനസ്സും എല്ലാം നടക്കുന്നത് ഇന്ന് വാട്സപ്പ് മെസ്സേജ് കൂടിയും ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ്. ഇത് ജാൻ കോം ആൻഡ് ബ്രയൻ ആക്ടോൺ പറഞ്ഞിട്ട് രണ്ട് വ്യക്തികളാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത്. ഇവർ രണ്ടുപേരും വാട്സപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ജനുവരി 2009 ആരംഭിച്ചത്. ജനുവരി 2009 ആദ്യമായിട്ട് ആരംഭിച്ചത്. 2009 ഐഫോണിൽ കൂടിയാണ് ആദ്യത്തെ വാട്സപ്പ് അയച്ചത്. പിന്നീട് 2010 ആൻഡ്രോയിഡ് സിസ്റ്റത്തിലുള്ള 10 വാട്സപ്പ് അയച്ചത്. അങ്ങനെ വാട്സപ്പ് 2009-2010 കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നും അത് ഗംഭീരമായിട്ട് പോകുന്നു. എന്താണ് ഈ വാട്സപ്പ്? എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാം. വാട്സപ്പ് ഒരു ഇൻ്റർനെറ്റ് വഴി പ്രവർത്തിക്കുന്ന ഒരു മെസ്സേജിങ് കോളിംഗ് പ്ലാറ്റ്ഫോമാണ്. മെസ്സേജ് ചെയ്യാനും പറ്റും, എന്നിട്ട് ഫോൺ ചെയ്യാനും പറ്റും. അങ്ങനത്തെ ഒരു മെസ്സേജ് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. അതിലൂടെ ടെക്സ്റ്റ് മെസ്സേജുകൾ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. എന്ത് മെസ്സേജും നിങ്ങൾക്ക് ഒരു വഴി അയക്കാൻ പറ്റും. ഫോട്ടോകൾ അയക്കാൻ പറ്റും, വീഡിയോകൾ അയക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള ഡോക്യുമെൻ്റ് പല സോഫ്റ്റ്വെയറിലെ ഡോക്യുമെൻ്റ് അയക്കാൻ പറ്റും. പിന്നെ ഓഡിയോ ക്ലിപ്പിങ്സ് അയക്കാൻ പറ്റും, വോയിസ് മെയിൽ അയക്കാൻ പറ്റും. വോയിസ് ഒരാൾ നമ്മൾ ശബ്ദം പ്രകടിപ്പിച്ച് സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്തിട്ട് അയക്കാൻ പറ്റും. പിന്നെ വീഡിയോ കോളുകൾ ചെയ്യാൻ പറ്റും, വീഡിയോയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രൂപ്പ് ചാറ്റുകൾ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് കുറേ ആളുകൾ ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അത് എല്ലാ ഗ്രൂപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റേറ്റസ് അപ്ഡേറ്റ്, അതായത് പിന്നെ നിങ്ങളെപ്പറ്റി എന്താണ് ഇന്ന് നടക്കാൻ പോകുന്നത്, അതിനില്ല നിങ്ങൾ കണ്ടൊരു ഫെസ്റ്റിവൽ അല്ലെ നിങ്ങളൊരു വീട്ടിലൊരു കൂട്ടായ്മ ഉണ്ടായി, അത് ചെയ്യാൻ പറ്റും. പിന്നെ ബിസിനസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അങ്ങനെ പല സംഭവങ്ങൾ ഇന്ന് വാട്സപ്പിൽ കൂടെ നമുക്ക് ചെയ്യാം. വാട്സപ്പ് യഥാർത്ഥത്തിൽ ബാങ്കിങ് കൂടെ ചെയ്യാൻ പോകുന്ന ഒരു കാറ്റഗറി, ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കോർട്ടിൽ പോലും വാട്സപ്പ് അപ്ലൈ ചെയ്യാൻ പോവാണ്, അത് റെക്കഗ്നൈസ് ആക്കാൻ പോവാണ്. അപ്പോൾ വാട്സപ്പ് മയമാണ് എല്ലാ സ്ഥലത്തും. വാട്സപ്പിൻ്റെ ആഗോള വരുമാനം നമുക്ക് നോക്കാം. വാട്സപ്പ് അറിയാലോ, ഇത് ഫേസ്ബുക്കിൻ്റെയാണിത്. വാട്സപ്പ് മെറ്റ പ്ലാറ്റ്ഫോമിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. മെറ്റ ഇൻക് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ കീഴിലാണ് ഇന്ന് അത് പ്രവർത്തിക്കുന്നത്. അത് 2024 നമുക്ക് വാട്സപ്പ് ചെയ്ത ബിസിനസ്സിൻ്റെ ആഗോള വരുമാനത്തിൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. അത് ആഗോള ഏകദേശം 1.3 ബില്യൺ $1.3 ബില്യൺ അവർ ആകമാനം മൊത്തം ചെയ്തിരിക്കുന്നത്. അതായത് 10,000 കോടി അതിൻ്റെ വരുമാനം. അത് നല്ലൊരു വരുമാനമാണ്. എന്നാൽ 2020 വാട്സപ്പിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് യൂട്യൂബിനെ കുറിച്ച് സംസാരിക്കാം. യൂട്യൂബിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത ആൾക്കാർ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. യൂട്യൂബിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു അമേരിക്കൻ കമ്പനിയാണ്. അത് ഗൂഗിൾ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിയാണ്. യൂട്യൂബ് ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണല്ലോ എൻ്റെ ഈ വീഡിയോ പ്രസൻറ്റേഷൻ നിങ്ങളുടെ. അതിന് പ്രധാന പണികൾ എന്താണെന്ന് വെച്ചാൽ ഷെയറിങ്,
വീഡിയോ ഷെയറിംഗ് ആണ് ചെയ്യുന്നത്, ഷോർട്സ് ചെയ്യുന്നത്, ചെറിയ ചെറിയ ഷോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റും. ഒരു നടക്കുന്ന സംഭവം ലൈവായിട്ട് വേറെ സ്ഥലത്തേക്കും കംപ്ലീറ്റ് പബ്ലിക്കായിട്ട് ഇത് സ്ട്രീം ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ആപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേപോലെയാണ്. ഒരു സ്ഥലത്തും വ്യത്യസ്തമായിട്ടൊരു ഇതില്ല, ഔട്ട് ഓഫ് ഫാഷൻ അങ്ങനെയൊന്നുമില്ല. എല്ലാം യൂട്യൂബ് മയമാണ് എല്ലാ സ്ഥലത്തും. ജനങ്ങൾക്ക് ഭയങ്കര പ്രിയമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇന്ന് യൂട്യൂബ് മാറിയിരിക്കുന്നത്. ടി വിക്ക് പോലും ഒരു വലിയ ചാലഞ്ചാണ്, സിനിമക്ക് പോലും ഒരു വലിയ ചാലഞ്ചാണ് ഈ യൂട്യൂബ് എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഇന്ന് ലോകത്ത് ചെയ്യുന്ന ഒരു സംഭവം. യൂട്യൂബ് 2005 USA സ്റ്റീവ് ചെന്നും ചാഡ് ഹേർലിയും ജാവേദ് കരീമും ഇവർ ചേർന്നിട്ടാണ്, ഈ 3 പേരും ചേർന്നിട്ടാണ് യൂട്യൂബ് 2005 ഇത് കണ്ടുപിടിച്ചത്. ഇതിൽ ഇഷ്ടമുള്ള അത്ര വീഡിയോകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അത് മറ്റുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഗൂഗിളിൽ അത് 2006 അത് വാങ്ങിച്ചു, അവർ സ്വന്തമായിട്ട് വാങ്ങിച്ചു. അതിപ്പോൾ ഗൂഗിളിൻ്റെ ഒരു കമ്പനിയാണ്. നമുക്ക് മറ്റൊരു മെസ്സേജിങ് സർവീസിനെ കുറിച്ച് പഠിക്കാം. ഇൻസ്റ്റാഗ്രാം എന്നാണ്. അതൊരു വലിയ സംഭവം തന്നെയാണ്. ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ലോകം മുഴുവനും നല്ല അടിച്ചു പൊളിക്കുന്ന ഒരു യൂത്തിൻ്റെയും മിഡിൽ യൂത്തിൻ്റെയും അതേത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആർക്കും ഏറ്റവും രസകരമായ ഒരു സംഭവങ്ങൾ നമുക്ക് അപ്പം കാണാൻ പറ്റിയ ഒരു സാധനമാണ് ഇൻസ്റ്റാഗ്രാം. ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് ഫോട്ടോ അയക്കാൻ പറ്റും, പല ടൈപ്പിലുള്ള ഫോട്ടോകൾ, പിന്നെ വീഡിയോ പങ്കുവെക്കാൻ പറ്റും. ഈ വീഡിയോകളിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള വീഡിയോകൾ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ അത് എല്ലാവർക്കും കാണാൻ പറ്റും. രസകരമായിട്ടുള്ള സംഭവം, ഇവിടെ നടക്കുന്ന സംഭവം, അവിടെ നടക്കുന്ന സംഭവം, അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ സാമൂഹിക മാധ്യമ ആപ്പിൽ കൂടെ വേറെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഹോട്ട് ഫേവറേറ്റിൻ്റെ ആൾക്കാർ, ഇത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ യങ്സ്റ്റേഴ്സാണ്. അവർക്ക് ഫോട്ടോയും വീഡിയോയും പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ അതിൻ്റെ ത്രില്ല് ഭയങ്കരമായിട്ട് കാണുന്നു. അവർക്ക് വല്ലാത്തൊരു സ്പിരിറ്റാണ് അത് കാണുമ്പോൾ. കാരണം അവരുടെ ഏജിനനുസരിച്ചിട്ട് അവർക്കത് നിങ്ങളെ മൊബൈൽ തന്നെ ചൂസ് ചെയ്യും. കാരണം നിങ്ങളൊരു സ്വന്തമായിട്ടൊരു മൊബൈൽ ഉണ്ടാവുമ്പോൾ ആ മൊബൈലിൽ നിങ്ങൾ ഏത് ടൈപ്പിലുള്ള വീഡിയോകളാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ടൈപ്പിലുള്ള വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ഈ വീഡിയോ അതാത് ആളുകൾക്ക് അയച്ചുകൊണ്ടേയിരിക്കും, ഏത് വയസ്സാണ് അതിനനുസരിച്ചിട്ട്. പിന്നെ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ #ഹാഷ് ഉണ്ടാവും, ഇതിനകത്ത് ക്യാപ്ഷൻ ഉണ്ടാവും. ഈ ക്യാപ്ഷൻ അനുസരിച്ചിട്ട് ഈ സോഫ്റ്റ്വെയർ അത് പിടിച്ചെടുത്തിട്ട് അതാത് ആളുകൾക്ക് അത് അയക്കും. അതൊരു #, പിന്നെ ലൊക്കേഷൻ ടാഗിങ്, ഇതൊക്കെയാണ് ആ സോഫ്റ്റ്വെയറിൽ അടങ്ങിയിരിക്കുന്ന, ആപ്പിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. ഇതനുസരിച്ചിട്ടാണത് ഈ സാധനം വ്യാപിപ്പിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ആണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ 24 മണിക്കൂറിൽ അത് അവർ മാച്ച് കളഞ്ഞിട്ട് പുതിയ വരും. അപ്പോൾ ഈ പുതിയ 24 മണിക്കൂറിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളും, അതായത് അതിന് ഇഷ്ടപ്പെട്ട ആ ഒരു കാറ്റഗറിയിൽ പോയ ആളുകൾ ഈ വീഡിയോ 24 മണിക്കൂറിനുള്ളിൽ കാണും. ഇല്ലെങ്കിൽ അത് മാഞ്ഞു പോകും. ആ ഒരു അടുത്ത വീഡിയോ വരുമ്പോൾ അത് വരും. അങ്ങനെ ഷോർട്ട് വീഡിയോസ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് എന്നാണ് ഇതിനെ പറയുക. ഈ സ്റ്റോറിയിൽ ഇട്ട് കഴിഞ്ഞാൽ വേണ്ട ആൾക്കാർക്ക് അപ്പം കാണും. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്റ്റിക്കർ കൊടുക്കാൻ പറ്റും, പോൾസ് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകം വെച്ചാൽ റീൽസ്, ഇൻസ്റ്റാഗ്രാം റീൽസിൽ 15 സെക്കൻഡിലും 90 സെക്കൻഡിലും ഉള്ളിലുള്ള വീഡിയോകളായിരിക്കും റീൽസ് കാറ്റഗറിയിൽ പെടുന്നത്. ഈ 15 സെക്കൻഡിലും 90 സെക്കൻഡിലും വരെ ഉള്ളിലും വീഡിയോകൾ മാത്രമാണ് ഇത് എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോകൾ കാണുമ്പോൾ ഒരാൾക്ക് തന്നെ പല കാര്യങ്ങളും ഇത് കണ്ട് രസിക്കാൻ പറ്റും. അങ്ങനെ ഈ ഷോർട്ട് വീഡിയോസാണ് ഇതെല്ലാം, ഈ റീൽസ് എന്ന സാധനം. ഈ റീൽസ് വഴിയാണ് യൂത്തിന് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇത് ചെയ്യുന്നത്, അതായത് അട്രാക്റ്റ് ചെയ്യുന്നത്. വലിയൊരു ഉപഭോക്താക്കൾ ഇതിനകത്ത് യൂത്ത് ആയതുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് ഇതിനെ ഇഷ്ടപ്പെടുന്നത്, ആ തരത്തിലുള്ള വീഡിയോ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് മെസ്സേജ് ചെയ്യാൻ പറ്റും. അപ്പം മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇത് ലൈവായിട്ട് ചെയ്യുമ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇതിന് ഡയറക്റ്റ് മെസ്സേജസ് എന്നാണ് പറയുക. ഇത് ഓരോ ആളുകൾക്കും വ്യക്തിപരമായിട്ട് ഇതിനെ ചാറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഫേസ്ബുക്കിൻ്റെ ഒരു മെസ്സഞ്ചർ എന്ന് പറഞ്ഞൊരു
ഇതുണ്ട്. ഞാൻ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. ഈ മെസ്സഞ്ചർ ഫേസ്ബുക്കിൻ്റെ കൂടെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ കൂടെയും ചെയ്യാൻ പറ്റും വേറൊരു ആപ്പാണ് മെസ്സഞ്ചർ ആപ്പ്. ഈ മെസ്സഞ്ചർ വഴി അപ്പം നിങ്ങൾക്ക് ഇതിനെ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഈ ഒരു ടെക്സ്റ്റ് വഴി ആളുകൾക്ക് അതിൻ്റെ ഹരം എന്താണെന്നും അതിൻ്റെ ഏത് ടൈപ്പിലാണ് ഇത് പോകുന്നതെന്നും ഇത് അറിയാൻ പറ്റും. അതുകൊണ്ട് ഏത് സാധനം കാണുമ്പോഴും താങ്കൾക്കും തങ്ങളുടെ ഫ്രണ്ട്സിനും എപ്പോഴും വേണമെങ്കിലും ഇതിൻ്റെ കമൻസ് ഇടാം. തീർച്ചയായിട്ടും കമൻസ് ഇടണം. കമൻസ് ഇട്ടാൽ മാത്രമാണ് ഇത് ഏത് ടൈപ്പിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടില്ലോ എന്നൊക്കെ. അതാണ് ഇൻസ്റ്റാഗ്രാം ഷോപ്പിംഗ് എന്ന് പറഞ്ഞത്. അത് ആമസോൺ പോലെയല്ല, ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാമിന് ഏകദേശം 2.4 ബില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, സജീവ ഫോളോവേഴ്സ് മാസത്തിൽ. ഒരു മാസത്തിൽ ഏകദേശം 2.4 ബില്യൺ സജീവ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട്. അത് 2025 ആകുമ്പോഴത്തേക്കും ഉള്ള ലെവലാണ് ഈ പറഞ്ഞത്. ഇന്ത്യ, US, ബ്രസീൽ ഈ 3 കൺട്രീസാണ് ഇൻസ്റ്റാഗ്രാം കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യ, USA, ബ്രസീൽ. ഈ ഗ്രാമിൽ ഏകദേശം 35 കോടി ആളുകൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെസ്സേജിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഷോർട്സ് റീൽസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ട്. 35 കോടി ജനങ്ങളാണ് ഇത് മൊത്തമായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇത് റീൽസ്, അതുപോലെ റീൽസ് ഉണ്ട്. റീൽസ് വളരെ ശക്തമായ എൻഗേജ്മെൻ്റ് ആണ്. അതിനനുസരിച്ചിട്ട് ആ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ വാണിജ്യ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇത് ഈ റീൽസിനനുസരിച്ചിട്ടുള്ള ബിസിനസ് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആളുകൾക്കുള്ള, നിങ്ങൾ ഇതിൻ്റെ അകത്ത് പോയാൽ കാണാം, യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോയി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോനനുസരിച്ചുള്ള ഒരു ഇൻഫ്ലുവൻസിങ് മാർക്കറ്റിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക. പിന്നെ അതിന് അഫിലിയേറ്റ് ലിങ്ക്സ് വരും, പിന്നെ പ്രൊഡക്റ്റ് ടാഗ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ ബ്രാൻഡ് കണ്ടന്റ് എന്നിവ നോക്കിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം ബിസിനസ്സുകാർ ഇതിൻ്റെ അകത്ത് വരുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ മെസ്സേജിങ് നെറ്റ്വർക്ക്, അതേപോലെ ഫാഷൻ യുഗങ്ങളെല്ലാം ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക്, ഈ ഇൻറ്റീരിയർ ആർക്കിടെക്ചർ അങ്ങനത്തെ പ്രൊഫഷണൽസ് എല്ലാം എക്സ്ക്ലൂസീവായിട്ട് കുറേ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിനെ കുറിച്ചും മറ്റും ഞാൻ അടുത്ത ഒരു വീഡിയോ ഉടൻ ചെയ്യുന്നതാണ്. ഇത് കമ്പാക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് 2 ഭാഗങ്ങളായി ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് കാണുക. സൈനിങ് ഓഫ്, ഹർഷജിത്ത്. പണ്ട്